ക്രിക്കറ്റ് എന്നാൽ എല്ലാവർക്കും ധോണിയും വിരാട് കോഹ്ലിയും യുവരാജ് സിംഗും ഒക്കെയാണ്. എന്നാൽ ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലീഷ് ടീമിനെ വിറപ്പിച്ച ലോകകപ്പ് റണ്ണേഴ്സപ്പായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ആ കുത്തക തകർത്തു, കിടുക്കി പൊളിച്ചു. അപ്പോൾ ആ പെൺപിള്ളാരുടെ കളിക്ക് ഒരൊന്നൊന്നര കൈ. निक्कर और टी शर्ट पहन के आया साइकिल लोन, निक्कर और टी शर्ट पहन के आया साइकिल लोन, लगा के फोन बता दे सबको बच के रहियो बागड़ बिल्ली से, चंडीगढ़ से या दिल्ली से, तने चारों खाने जित कर देगी. വിചാരിച്ചതിനേക്കാളും എളുപ്പമായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ കമ്മിറ്റഡ് ആണ്, ആറ്റിറ്റ്യൂഡ് നല്ലതാണ്. ഏറ്റവും അതിൽ കമൻറ്റബിൾ ആയിട്ടുള്ള ജുലൻ ഗോസ്വാമിയാണ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്ലെയർ ആണെങ്കിലും എത്ര ടഫ് ട്രെയിനിങ് സെഷൻ ആണെങ്കിലും ആദ്യം ഗ്രൗണ്ടിൽ വരും. I'm happy that the team has done well, and it's been a great tournament for Indian team, irrespective of the result in the finals, because it has created a euphoria in India so that people can sit and watch us play, which hasn't happened before. And because of the team's way of performing throughout the tournament has created this atmosphere. പ്രത്യേകിച്ച് ഞാൻ വരുന്നത് IPL നൈറ്റ് റൈഡേഴ്സിൻ്റെ അവിടെ നിങ്ങോട്ട് അങ്ങനത്തെ ഒരു വ്യത്യാസം വരുമെന്ന്, പക്ഷെ ഇവരോട് ഇടപഴകി കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യക്തമായി മനസ്സിലായി അവർക്ക് എത്ര നമ്മൾ ലോഡ് കൊടുത്താലും എത്ര ഹാർഡാണ് ദേ വില്ലിംഗ് ടു ഡു ഇറ്റ്. അതിന് ഒരു പ്രോബ്ലം ഇല്ല. They've performed well. You know, there have been some amazing performances. Especially, I'd like to congratulate Mithali Raj for the world record. Wish them all the very best for tomorrow. It has really given scope for the players to increase their profile as well as promote women's cricket on a larger scale, because all the matches were televised and broadcasted, and also an opportunity for the Indian team to make it big in India, because now women's cricket is a sport that girls can take up. Really set the platform for the coming generations in India, especially women's cricket or the girls, to look up to them. They've opened a lot of channels for future for women's cricket. റോഡ് നന്നാക്കത്തിൽ പ്രതിഷേധിച്ച തകർന്ന റോഡിൽ വോളിബോൾ കളിച്ച് പോലീസ് പിടിയിലായ ലോ കോളേജ് പിള്ളേരുടെ പ്രകടനമാണിനി. വണ്ടി തല്ലിപ്പൊളിക്കാതെ സമാധാനപരമായി കായിക വിനോദത്തിൽ ഏർപ്പെടുന്ന പാവം പിള്ളേർ. ഇനി മുതൽ ഇത്തരം സമരങ്ങളിൽ ജാവലിൻ ത്രോയും ഷോട്ട് പുട്ടുമൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. നീ നോക്കിക്കോടെ തവളെ, ഇന്നേ വരെ ഈ ക്യാമ്പസ് കാണാത്ത പുതിയൊരു സമരമുറ നാള്.
ഇവന്മാരെന്തീ കാണിക്കാൻ പോകുന്നത്? ഹലോ വലയെറിയാൻ പോവാ. പോടാ പോടാ. നീ അവിടെ നോക്കൂ. എങ്ങോട്ട് പോകുന്നു ചേട്ടാ? അവിടെ നിൽക്കുക മക്കളെ. ഇവന്മാരെന്ത് കോപ്പ കാണിക്കുന്ന ഇവിടെ? റോഡിലാണ് പുന്നാര മക്കളെ അഭ്യാസം. പിന്നെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റല്, ഗവൺമെൻറ് ആശുപത്രി, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അവിടേക്ക് ഏക ആശ്രയമായിട്ടുള്ള ഒരു വഴി തന്നെയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് വളരെ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടിരുന്നത്. പ്രതിഷേധ വോളിബോൾ സംഘടിപ്പിക്കേണ്ടി വന്നത്. ഇനി ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ മേയറുടെ ചേംബറിന്റെ ഉള്ളിൽ കയറി വോളിബോൾ കളിക്കുന്നതായിരിക്കും. തന്നെയൊക്കെ ഭരിക്കണ പാർട്ടിക്കാർ പ്രകടനമൊന്നും പിക്കറ്റിംഗ് എന്നും പറഞ്ഞ് 4-5 മണിക്കൂർ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ കുന്തം പിടിച്ച് കാവൽ നിൽക്കലാണല്ലോ തന്റെയൊക്കെ പതിവ്. ഇപ്പൊ ഈ പിള്ളേർ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് ആവേശമൊന്നും വേണ്ട. അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പനാമ രേഖയിലൂടെ ഒരു വഴിക്കായി അഴിമതി നടത്താനും മാത്രമല്ല അത് പിടിക്കപ്പെടാതിരിക്കാനും പഠിക്കണം. നവാസ് ഷെരീഫ് അങ്ങ് ഇടയ്ക്കൊക്കെ ഇന്ത്യയിലേക്കും വാ, ചുളിവിൽ കുറച്ച് തട്ടിപ്പൊക്കെ പഠിച്ച് പോകാമെന്നറിയിച്ച് ഇന്നത്തേക്ക് വിട. അതുവരെ നല്ല നമസ്കാരം.